ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മലയാളം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് എന്ത് മലയാളത്തിലെ 10 മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. ഒരു നമ്മുടെ മാർക്ക് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് മലയാളം. അപ്പോൾ ഈ മലയാളം എന്ന് പറയുന്ന കാര്യം നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്ന നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് PYQ പഠിക്കുക എന്നുള്ളതാണ്. PYQs അതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ പഠിക്കുക. നോക്കൂ, നിങ്ങൾ കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ പിക്കപ്പ് ആവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ മലയാളം കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇതോടുകൂടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ചോദ്യം എന്താണ്? വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു. വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു. അപ്പോൾ ക്രിയാവിശേഷണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്രിയാവിശേഷണം? നോക്കൂ, ഓപ്ഷൻ വെളുത്ത പശു വേഗത്തിൽ തിന്നുന്നു. ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൻസർ എന്താണ്? ക്രിയാവിശേഷണം. ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ക്രിയാവിശേഷണം. ഇവിടെ തിന്നുന്നു എന്നുള്ളതാണ് എന്ത്? ക്രിയ. അതിനെ വിശേഷിപ്പിക്കുന്നത് വേഗത്തിൽ എന്ന പദം കൊണ്ടാണ് അല്ലേ. വേഗത്തിൽ തിന്നുന്നു. അപ്പോൾ ആൻസർ എന്താണ്? വേഗത്തിൽ. കിട്ടിയോ? ഓക്കെ, അപ്പോൾ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം. ഇവിടെ തിന്നുന്നു എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് വേഗത്തിൽ. അതുകൊണ്ട് എന്താണ് ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്നുള്ളതാണ്. ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്തത് ഭേദകം. എന്താണ് ഭേദകം? വിശേഷണങ്ങളെയാണ് ഭേദകങ്ങൾ എന്ന് പറയുന്നത്. വിശേഷണങ്ങളെ പറയുന്ന പേരാണെന്ത്? ഭേദകം. അപ്പോൾ വിശേഷണം എന്നുള്ളതിന് പകരം എന്താണ് യൂസ് ചെയ്യുന്ന വാക്ക്? ഭേദകം എന്നാണ്. അപ്പോൾ അവ നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം എന്നിങ്ങനെയാണ്. നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം. നോക്കാം. ഭേദകത്തെ ശുദ്ധം, സാംഖ്യം, സർവനാമികം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം എന്നിങ്ങനെ വീണ്ടും 7 തിരിച്ചിരിക്കുന്നു. ഭേദകത്തെ വീണ്ടും 7 തിരിച്ചിരിക്കുന്നു. ശുദ്ധം, സാംഖ്യം, സർവനാമികം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം എന്നിങ്ങനെ 7 തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം പഠിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? വിഭാവകം. എന്താണ് വിഭാവകം? സൗന്ദര്യം, സ്വഭാവം എന്നിങ്ങനെ വിശേഷണമായി വരുന്നവയാണ് വിഭാവകം. സൗന്ദര്യം, സ്വഭാവം എന്നിവ വിശേഷണമായി വരുന്നതാണ് എന്ത്? വിഭാവകം. നോക്കാം. എക്സാമ്പിൾ എന്താണ്? നല്ല കുട്ടി, ഭംഗിയുള്ള പൂവ്, മനോഹരമായ ഗാനം. ഇതൊക്കെ എന്താണ്? വിശേഷണമാണ് അല്ലേ. സൗന്ദര്യത്തെയും സ്വഭാവത്തെയും വിശേഷിപ്പിക്കുന്നു അല്ലേ. നല്ല കുട്ടി അത് സ്വഭാവമാവാം, സൗന്ദര്യമാവാം. ഭംഗിയുള്ള പൂവ് സൗന്ദര്യമാണ് അല്ലേ. മനോഹരമായ ഗാനം സൗന്ദര്യമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്തിൽ വരുന്നു? വിഭാവകം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നു. വിഭാവകം അല്ലേ. വിഭാവകം എന്നത് എന്താണ്? ഭേദകത്തിലെ ഒരു ഭാഗമാണ് എന്ത്? ഈ വിഭാവകം അല്ലേ. ശരിയല്ലേ. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഭേദകം ഒരു വിശേഷണമാണ്. വിഭാവകം എന്ന് പറയുന്നത് എന്താണ്? വിഭാവകത്തിലെ 7 വിശേഷണങ്ങൾ ഒരു വിശേഷണമാണ് എന്ത്? വിഭാവകം. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വെച്ചൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മളിത് PDF ആക്കിയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊരു നോട്ട് കയ്യിൽ കരുതണം. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും കറണ്ട് അഫെയറിനുമായിട്ട് പ്രത്യേകം നോട്ടുകൾ വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലോട്ട് പോവുകയാണ്. ദ്വിത്വസന്ധി. ദ്വിത്വസന്ധിക്ക് ഉദാഹരണമേത്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമേത്? ഇരട്ടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിത്വസന്ധി എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ. കാറ്റുണ്ട്, തിരുവോണം, കടൽ തീരം, വാഴയില. കാറ്റുണ്ട്, തിരുവോണം, കടൽ തീരം, വാഴയില. ഇതിലേതാണ് ദ്വിത്വസന്ധിക്ക് ഉദാഹരണം? ഏതാണ്? കടൽ തീരം. ഏതാണ്? കടൽ തീരം. അപ്പോൾ നമുക്കറിയണം എന്തൊക്കെയാണ് സന്ധികൾ, ഏതൊക്കെ വിധത്തിലുള്ള സന്ധികളുണ്ട് അല്ലേ. നോക്കാം. ആദ്യം ആഗമസന്ധി. ആഗമസന്ധി എന്താണെന്ന് നോക്കാം. 2 വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. 2 വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്ത്? ആഗമസന്ധി. അപ്പോൾ കുറച്ച് ആഗമസന്ധിക്ക് ഉദാഹരണങ്ങൾ നോക്കാം. വഴി പ്ലസ് അമ്പലം. വഴി പ്ലസ് അമ്പലം, വഴിയമ്പലം. വഴി പ്ലസ് അമ്പലം, വഴിയമ്പലം. കിട്ടിയോ? അടുത്തത് തിരു പ്ലസ് ഓണം, തിരുവോണം.
അടുത്തത് വാഴ പ്ലസ് ഇല, വാഴയില. അടുത്തത് തിരു പ്ലസ് ആഭരണം, തിരുവാഭരണം. എന്താണിതെന്ന് മനസ്സിലായത്? വഴി പ്ലസ് അമ്പലം, വഴി അമ്പലം. അവിടെ എന്താണ് വന്നു ചേർന്നത്? യാ. ശരിയല്ലേ? യാ എന്ന് പറഞ്ഞ ഒരു അക്ഷരം നമ്മൾ നേരത്തെ കണ്ടോ? ഇല്ല. അപ്പോൾ യാ എന്ന് പറയുന്ന ഒരു വർണ്ണം വന്നു ചേർന്നു. തിരു പ്ലസ് ഓണം, തിരുവോണം. വാ കണ്ടോ നമ്മൾ? ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു വർണ്ണം പുതിയതായി വന്നു ചേർന്നു. ഏതാണത്? വായാണ്. അടുത്തത് വാഴ പ്ലസ് ഇല, വാഴയില. യാ എന്ന് പറഞ്ഞ വർണ്ണം നമ്മൾ കണ്ടോ? ഇല്ല. അപ്പോൾ വാഴ, ഇല എന്ന് പറയുന്ന യാ വന്നു ചേർന്നു. തിരു പ്ലസ് ആഭരണം, തിരുവാഭരണം. ആ ഇല്ല അല്ലേ? അതിന് പകരം വാ എന്ന് പറയുമ്പോഴും വാ എന്ന് പറയുന്ന ഒരു വർണ്ണം വന്നു എങ്കിലും ആ എന്ന് പറയുന്ന ഒരു ഉച്ചാരണം അല്ലേ, ആ ഒരു വർണ്ണം കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് ലോപിച്ചു പോയി എന്നൊന്നും പറയാൻ കഴിയില്ല. വാ എന്ന് പറയുന്ന വർണ്ണം വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ്? ആഗമസന്ധിയാണ്. ഇനി ഒരു ട്രിക്കി ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം, ആഗമസന്ധിയിൽ യാ, വാ എന്നീ വർണ്ണങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മാക്സിമം എന്തായിരിക്കും? ആഗമസന്ധി ആയിരിക്കും. നോക്കൂ, വഴി പ്ലസ് അമ്പലം, വഴി അമ്പലം. യാ, വഴി അമ്പലം. തിരു പ്ലസ് ഓണം, തിരുവോണം. കണ്ടോ? വാഴ പ്ലസ് ഇല, വാഴയില. തിരു പ്ലസ് ആഭരണം, തിരുവാഭരണം. അപ്പം ഈ യാ, വാ എന്നീ വാക്കുകളാണ് അല്ലെങ്കിൽ എന്നീ അക്ഷരങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം? ആഗമസന്ധിയാണെന്ന് നമ്മൾ ട്രിക്കിയായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, പഠിച്ചു വയ്ക്കാനാണേ. ഓക്കെ, അപ്പോൾ അടുത്തത് ലോപസന്ധി നോക്കാം. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെടുന്നതാണ് ലോപസന്ധി. ലോപം എന്ന് പറഞ്ഞാൽ ലോപിക്കുക, ഇല്ലാണ്ടാവുക അല്ലേ, നഷ്ടപ്പെടുക. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെടുന്നത് എന്താണ്? ലോപസന്ധിയാണ്. അപ്പോൾ ഉദാഹരണം എന്താണ്? കേട്ടു പ്ലസ് ഇല്ല, കേട്ടില്ല. കേട്ടു പ്ലസ് ഇല്ല, കേട്ടില്ല. നോക്കൂ, ഇവിടെ എന്താണ് ഇല്ലാണ്ടായത്? കേട്ടു പ്ലസ് ഇല്ല, ടായുണ്ട്, ഈയുണ്ട്, ഈയുടെ സൗണ്ടും ഉണ്ട് അല്ലേ, പക്ഷെ എന്തില്ല? ഊ എന്ന് പറയുന്ന കാരം ലോപിച്ചു. കേട്ടു, കണ്ടോ? എന്ന് പറയുന്ന കാരം ലോപിച്ചു, കേട്ടു. അപ്പം കേട്ടു പ്ലസ് ഇല്ല, കേട്ടില്ല എന്തിന് ഉദാഹരണമാണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. കേട്ടു പ്ലസ് ഇല്ല, കേട്ടില്ല. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല എന്നിവ എന്താണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അവിടെ എന്ന് പറയുന്ന കാരം ലോപിച്ചു. അടുത്തത് കാറ്റ് പ്ലസ് ഉണ്ട്, കാറ്റുണ്ട്. കാറ്റ് പ്ലസ് ഉണ്ട്, കാറ്റുണ്ട്. നമുക്ക് കാറ്റ് ടാ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ടു എന്നുള്ള സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ. പക്ഷേ എന്താണ് ഇവിടെ ലോപിച്ചത്? സംവൃതോകാരം ലോപിച്ചു. എന്താണ് സംവൃതോകാരം? ചന്ദ്രക്കലയാണ് എന്ത്? സംവൃതോകാരം അല്ലേ. നോക്കൂ, കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ കാരം ലോപിച്ചു. കാറ്റ് പ്ലസ് ഉണ്ടു, കാറ്റുണ്ടു. അപ്പം എന്താണിത്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമ്മളപ്പോൾ അടുത്തതിലോട്ട് കിടക്കുകയാണ്. ആദേശസന്ധി. എന്താണ് ആദേശസന്ധി? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിനു പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. എന്താണ്? ഒരാളെ മാറ്റി പുതിയൊരാൾ വരുന്നു. അതാണ് എന്ത്? ആദേശസന്ധി. നോക്കാം ഉദാഹരണം. കൺ പ്ലസ് നീർ, കണ്ണീർ. നോക്കൂ, കൺ പ്ലസ് നീർ, കണ്ണീർ. ഇതിൽ എന്താണ് പോയത്? എന്താണ് വന്നത്? നാ പോയി നാ വന്നു അല്ലേ. നാ പോയി നാ വന്നു. കൺ പ്ലസ് നീർ, കണ്ണീർ. എൻ പ്ലസ് 100, 800. എൻ പ്ലസ് 100, 800. നാ പോയിട്ട് എന്ത് വന്നു? നാ വന്നു അല്ലേ. അപ്പം അതെന്താണ്? ആദേശസന്ധിയാണ്. കിട്ടിയോ? ഓക്കെ, അടുത്തത് ദ്വിത്വസന്ധി നോക്കാം. രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അതിലെ വർണ്ണം ഇരട്ടിക്കുന്നു. എന്താണ്? രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അതിലെ വർണ്ണം ഇരട്ടിക്കുന്നതാണ് എന്ത്? ദ്വിത്വസന്ധി അല്ലേ. നമുക്ക് ഇന്ന് ഇതിലുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമായിരുന്നു ചോദിച്ചത് അല്ലേ. ഉദാഹരണം എന്താണ്? മര പ്ലസ് പാവ, മരപ്പാവ. മര പ്ലസ് പാവ, മരപ്പാവ. പട്ട പ്ലസ് കുട, പട്ടക്കുട. പട്ട പ്ലസ് കുട, പട്ടക്കുട. കടൽ പ്ലസ് തീരം, കടൽ തീരം. കടൽ പ്ലസ് തീരം, കടൽ തീരം. അപ്പം എന്താണ്? ഇവിടെ മരപ്പാവ എന്നുള്ളതിൽ പാ, പട്ടക്കുട എന്ന് പറയുന്നതിൽ ക, കടൽ തീരം എന്ന് പറയുന്നതിൽ ത എന്നിവ ഇരട്ടിച്ചു അല്ലേ. അപ്പോൾ ഇരട്ടിക്കുന്നതാണ് എന്ത്? ദ്വിത്വസന്ധി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
പകൽ വന്നുപോയി, രാത്രി വന്നുപോയി, അവൾ ഉറങ്ങിയില്ല. ഒറ്റപ്പദമാക്കുമ്പോൾ എന്താണ് വരിക? പകൽ വന്നുപോയി, രാത്രി വന്നുപോയി, അവൾ ഉറങ്ങിയില്ല. ഒറ്റപ്പദം എങ്ങനെ ആക്കാം? പകലും രാത്രിയും വന്നുപോയിട്ടും അവൾ ഉറങ്ങിയില്ല. എന്താണ്? പകലും രാത്രിയും വന്നുപോയിട്ടും അവൾ ഉറങ്ങിയില്ല. ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ചോദ്യമാണ്. പക്ഷെ നമ്മൾ അനുബന്ധ വിവരം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഹാർദം നമ്മൾ എങ്ങനെ എഴുതും? ഹാർദം അതിൽ ദാ മാത്രമേ ഇടുള്ളൂ, അടിയിലൊരു ദാ നമ്മൾ ഇടൂല അല്ലേ? അപ്പം ഹാർദം ശരിയായ രൂപം ഇതാണ്. അടുത്തത് എതിർച്ചയ അല്ലെ? യാദൃച്ഛികമായ എന്ന് പറയുന്ന അർത്ഥമാണിത്. എതിർച്ചയ എന്താണ്? എതിർച്ചയ നമ്മൾ തെറ്റിക്കും. എന്തെഴുതും? യാദൃച്ഛയ. മറ്റേ അച്ഛൻ്റെ ഛായാണ്, ഇവിടെ 2 ഛ വരണം അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഛ ഇടും, അല്ലെങ്കിൽ ഛ പ്ലസ് ഛ ഇച്ഛ എന്ന് എഴുതി വെക്കും. അപ്പോൾ അത് തെറ്റാണ്. ശരിയായ രൂപം എന്താണ്? എതിർച്ചയ. അച്ഛൻ്റെ ഛായാണ് വരേണ്ടത്. അടുത്തത് പ്രവൃത്തി നമ്മൾ എന്ത് എഴുതും? പ്രവർത്തി. തീ എഴുതും അല്ലേ? പ്രവർത്തി ശരിയാണോ? അല്ല. പിന്നെയോ പ്രവൃത്തി ശരിയാണോ? അല്ല. എന്താണ്? വ്ര എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എഴുതുക അല്ലേ? അപ്പം അതും ശരിയല്ല. എന്താണ് ശരിയായ രൂപം? പ്രവൃത്തി. നോക്കൂ, കണ്ടോ? ഓക്കെ, അടുത്തത് ലജ്ജ നമ്മൾ എന്ത് എഴുതും? ചിലപ്പോൾ ജായ എഴുതും, 2 ജായ എഴുതൂല. അപ്പം ലജ്ജ ഇതാണ് ശരിയായ രൂപം. അടുത്തത് നിഘണ്ടു എന്തായാലും എല്ലാവരും ശരിയാക്കാറുണ്ട്. ചിലരെന്ത് ചെയ്യും? ഡപ്പി എന്നുള്ള ഡായ ആയിരിക്കും എഴുതുക. അതല്ല, നിഘണ്ടു എന്ന് പറയുന്നതിന് ഡ എന്താണ്? ചെണ്ട എന്നുള്ള ഡായാണ് അല്ലേ? നിഘണ്ടു. ഓക്കെ, അടുത്തത് അനുഗ്രഹം. നോക്കൂ, അനുഗ്രഹം എല്ലാവരും ശരിയാക്കും. ചിലരെന്ത് ചെയ്യും? ഗൃഹം എന്നുള്ളതിൽ ഗൃഹ ഇടും അല്ലേ? അപ്പം എന്താണ്? അനുഗ്രഹം ഇതാണ്. ഓക്കെ, തിരശീല. അതുപോലെ തിരശീല 2 ഷ എഴുതൂല, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. 2 ഷ ഉണ്ട് തിരശീലയ്ക്ക്. അടുത്തത് വിമ്മിട്ടം. നമ്മൾ എപ്പോഴും എന്ത് എഴുതും? വിമ്മിട്ടം അല്ല എഴുതുക, വിമ്മിഷ്ടം എന്ന് എഴുതും അല്ലേ? വിമ്മിഷ്ടം. നമുക്ക് അങ്ങനെ ഷായൊക്കെ ചേർത്തി എഴുതാനാണ് ഇഷ്ടം. ഇഷ്ടം വേണ്ട. നമുക്ക് ശരിയായ രീതി എന്താണ്? വിമ്മിട്ടമാണ്. വിമ്മിട്ടം 2മായുണ്ട്. വിമ്മിട്ടം. അപ്പോൾ എഴുതി പഠിക്കുക. അടുത്തത് കുടിശ്ശികയ്ക്ക് എന്തുണ്ട്? 2 ഷായുണ്ട്. കുടിശ്ശികയ്ക്ക് 2 ഷായുണ്ട്. അടുത്തത് ജഡിതി. നമ്മൾ എന്തെഴുതും? ജാ എഴുതും. ജനലിലെ ജായ എഴുതും. ജായല്ല, ഇത് ജാൻസിയിലെ ജായാണ്. ജഡിതി. കിട്ടിയോ? ജഡിതി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഹാർദം, എതിർച്ഛയ, പ്രവൃത്തി, ലജ്ജ, നിഘണ്ടു, അനുഗ്രഹം, തിരശീല, വിമ്മിട്ടം, കുടിശ്ശിക, ജഡിതി. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ദൗഹിത്രി. അർത്ഥം എന്ത്? ദൗഹിത്രി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ്? മകളുടെ മകളാണ് ദൗഹിത്രി. മകളുടെ മകൾ ദൗഹിത്രി. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, അടുത്തത് മകളുടെ മകളാണ് ദൗഹിത്രി എന്ന് പറഞ്ഞു. ഇനി മകളുടെ ഭർത്താവ് ആരാണ്? മകളുടെ ഭർത്താവ് ജാമാതാവ്. ആരാണ്? ജാമാതാവ്. മകളുടെ ഭർത്താവിന് എന്താ വിളിക്കാം? ജാമാതാവ്. അടുത്തത് പുത്രൻ്റെ പുത്രൻ പൗത്രൻ. പുത്രൻ്റെ പുത്രിയോ? പൗത്രി. കിട്ടിയോ? അപ്പോൾ പുത്രൻ്റെ പുത്രൻ പൗത്രൻ, പുത്രൻ്റെ പുത്രി പൗത്രി. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് എഴുതണം. നോട്ട് എഴുതിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണേ. ഓക്കെ, നോട്ട് ചെയ്തോളൂ. പറയാം. പുത്രൻ്റെ ഭാര്യ എന്ത് വിളിക്കും? എടി സ്നുഷേ, ഇങ്ങോട്ട് വായോ അല്ലേ? അപ്പോൾ എന്താണ്? സ്നുഷ. പുത്രൻ്റെ ഭാര്യ സ്നുഷ. പുത്രൻ്റെ ഭാര്യ ആരാണ്? സ്നുഷയാണ്. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. അതെല്ലാവർക്കും അറിയാം അല്ലേ? അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. അച്ഛൻ്റെ അമ്മയോ? പിതാമഹി. അച്ഛൻ്റെ അമ്മ പിതാമഹി. അടുത്തത് ഭാര്യയുടെ പിതാവ് എന്താണ്? ശ്വശൂരൻ അല്ലേ? ശ്വശൂരൻ. നോക്കുക, ഒരു ശൂരനാണ് വരുന്നത് എന്നൊക്കെ അങ്ങ് മനസ്സിലങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഭാര്യയുടെ പിതാവ് ആരാണ്? ഭാര്യയുടെ പിതാവ് ശ്വശൂരനാണ്. ശ്വശൂരൻ. അമ്മയുടെ അച്ഛൻ എന്താ പറയുക? അമ്മയുടെ അച്ഛൻ മാതാമഹൻ. സഹോദരിപുത്രനെ പറയുന്ന പേര് ഭാഗിനേയൻ എന്നാണ്. സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. ഭർത്താവിൻ്റെ അമ്മയോ? ശ്വശ്രു. എന്താണ്? ശ്വശ്രു ആണ് ഭർത്താവിൻ്റെ അമ്മ.
ശത്രു അല്ല, ശ്വശ്രുവാണ്. ഭാര്യയുടെ അമ്മയോ? ഭാര്യയുടെ അമ്മ എന്തുതന്നെയാണ്? ശ്വശ്രു തന്നെയാണ്. ശ്വശ്രുവാണ് ഭാര്യയുടെ അമ്മ. കിട്ടിയോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ ഇതിൽ തരാത്ത നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു 4-5 പോയിൻ്റ് നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം. ഓക്കെ, അപ്പോൾ വീണ്ടും ഇത്തരം ക്ലാസ്സുകളായിട്ട് വരാനായിട്ടുള്ള പ്രചോദനം എന്ത് തന്നെയാണ്? നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് മികച്ച ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക്